ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്താലുള്ള പ്രശ്നം ചപ്പാത്തി ഹാർഡായി പോകും. അതുപോലെ തന്നെ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാനും പരത്തിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ചെറു ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തും കുഴച്ചെടുക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിലേക്ക് ഓയിൽ ചേർത്തിട്ടില്ല, ഇനി വേണം ഓയിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കേട്ടോ ഞാനിപ്പോഴും ഓയിൽ ചേർക്കാറ്. ഇപ്പോൾ മാവ് കുറച്ചിങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുവാണ്. ഇനി വേണം നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ബട്ടറോ നെയ്യോ നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് അമർത്തി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ചപ്പാത്തി. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ബൗളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. കൈക്ക് അധികം പെയിൻ ഉണ്ടാകത്തില്ല. ബൗളിലേക്ക് ഒരു 5-6 വട്ടം ഇങ്ങനെ ഒന്ന് എറിഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം കണ്ടപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൈക്ക് അധികം പെയിൻ ഉണ്ടാകത്തില്ല. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാനിത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ തന്നെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിത് എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അടച്ചത് വെക്കുക, തുറന്ന് വെച്ചാൽ ഹാർഡായി പോകും. അപ്പോൾ ഞാൻ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബോളാക്കി എടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം വലിപ്പമുള്ള ചപ്പാത്തി വേണം അതനുസരിച്ചിട്ട് ബോൾസാക്കി എടുക്കാം. നമ്മളിത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് തന്നെ മാവ് കുഴച്ചെടുത്തതിനേക്കാളും ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഒട്ടും ക്രാക്സ് ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് തന്നെ വെക്കാം കേട്ടോ. നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ബാക്കി നമുക്ക് അടച്ച് തന്നെ വെക്കാം. ഇനി ഞാൻ കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരത്തിയെടുക്കാനായിട്ട്. പൊടിമാവ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഇടരുത്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, വിടയിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ബാൾസ് എടുത്തിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു കോല് വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി പ്രസ് ചെയ്ത് പരത്തിയെടുക്കരുത് കേട്ടോ. ചെറിയൊരു എന്താ പറയുക, നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏത് സൈഡിലാണോ പരത്തിയെടുക്കുന്നത് ആ സൈഡിൽ തന്നെ ലാസ്റ്റ് വരെയും പരത്തിയെടുക്കുക. തിരിച്ച് മറിച്ച് വിട്ട് പരത്തിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ചുറ്റിനും എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് തന്നെ വേണം. ഒരു സൈഡ് കട്ടിയായിട്ടും മറു സൈഡ് ഇങ്ങനെ കട്ടി കുറഞ്ഞ് വന്നാൽ നന്നായിട്ട് പൊള്ളി വരത്തില്ല കേട്ടോ. അപ്പം എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയാൽ മാത്രമേ നന്നായിട്ട് പൊള്ളി വരത്തുള്ളൂ. പിന്നെ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികമുള്ള ഒരു പൊടിമാവ് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കളയാം. എന്നിട്ട് വേണം നമുക്കിത് പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കാനായിട്ട്.
അതുപോലെ ചുട്ടെടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പാൻ നന്നായിട്ട് ചൂടാക്കണം. ഞാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചപ്പാത്തി ചുട്ടെടുക്കാറ്. പാനിൽ തീ കുറവാണെന്നുണ്ടെങ്കിൽ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട് ചപ്പാത്തി. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്ത ആ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറണം. അതായത് പൊള്ളി വരരുത്, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് വേണം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ കുമിളകൾ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുമിളകൾ വന്ന് തുടങ്ങും. എന്നിട്ട് വേണം നമുക്കിനി ഇത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് കുമിളകൾ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇനി ഇതുപോലെ പതുക്കെ സൈഡിലും അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്, പതുക്കെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നോളും. അപ്പോൾ ഇത് കംപ്ലീറ്റ് പൊള്ളി വന്നിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഹോട്ട് പ്ലേറ്റിലേക്കോ നമുക്കിത് മാറ്റാം. ഓരോ പ്രാവശ്യവും ചപ്പാത്തി ചുട്ട് കഴിയുമ്പം പാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. ആ ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ആ പൊടിമാവ് അവിടെ കിടന്നിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചപ്പാത്തിയും കൂടെ കരിയും കേട്ടോ. ഞാൻ ചപ്പാത്തി പരത്തിയ സമയത്ത് പറയാൻ മറന്നുപോയതാണ്. നമ്മുടെ ചപ്പാത്തി നല്ല തിന്നായിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി തവണ തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കരുത്. ഞാനിത് 2 പ്രാവശ്യം മാത്രമേ മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ ചപ്പാത്തി ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ചപ്പാത്തി ഉണ്ടാക്കി റെഡിയാകാത്തവർ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.